കേരളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷേ നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ഗംഭീരമായ പ്രകടനം. കാരണം ഒരു ഹൊറർ എലമെന്റ് ഉള്ള സിനിമ എന്നാൽ സ്ഥിരം ഹൊറർ സിനിമകളെ പോലെ ഒരു ക്ലീശ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ക്ലീശ അല്ലേ, ഇത് ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ എത്ര മുൻവിധിയോടുകൂടി കണ്ടാലും ഇതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. കാരണം ഓഫ് പ്രസൻറ്റേഷനാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ്. ഗംഭീരമാണോ? കൊള്ളാം. ടെറിഫിക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബ്രില്യൻ പെർഫോമൻസ് ബൈ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ തന്നെ നമ്മളെ മമ്മൂക്ക. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കണ്ടൊരു ഫീലാണ്. കാരണം ആ ഒരു തിയേറ്റർ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ടൈമിൽ നമുക്ക് പറ്റിയിട്ടില്ല. ടി വിയിലൊക്കെ കാണാം. പക്ഷേ ഇപ്പം ഈ എക്സ്പീരിയൻസിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുക എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇടയ്ക്ക് പടം ചില സൈഡിൽ ഡൗൺ ആയി പോയ ഫീൽ ഉണ്ടായിട്ടു. പക്ഷേ അവിടെ മമ്മൂക്കേൻ്റെ ശബ്ദം പടത്തെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പലതവണ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് വാലിബൻ്റെ ഒരു സമയത്ത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, എന്താ മമ്മൂക്കയെ കണ്ട് ലാലേട്ടൻ പഠിക്കണമെന്ന്. വേറെ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിന് അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം. നല്ല രീതിക്ക് തന്നെ കാര്യം പുള്ളിക്കാരൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഒരു തിരിച്ചുവരവേണ്ട. അത് ഗംഭീരമായിരുന്നു. അത് നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ്. എനിക്ക് ഇവിടുന്ന് ഏരീസിന്ന് തിയേറ്ററിൽ നിന്ന് കാണുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹൗസ്ഫുൾ ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഉള്ള തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര ഒരു ആൾക്കാർക്കൊരു ഉന്മേഷമൊക്കെ തരുന്ന ഒരു ചിരി തന്നെ ആയിരുന്നു അത്. അതൊക്കെ ഒരു എപ്പിക് സാധനം, ആ ഒരു കാലഘട്ടത്തിൻ്റെ സാധനം. അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനത്തെ രീതിക്ക് അത് എടുക്കും എന്നുള്ള രീതി, ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും സ്വീകരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. എല്ലാവരും കാണും മിക്കവാറും. ആ ഒരു മൂഡിൽ കാണേണ്ട ഒരു പടമാണ്. ചിലവരൊന്നും കണ്ടിട്ടില്ല. 90s കഴിഞ്ഞ് മുമ്പുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഈ പടം അങ്ങനത്തെ രീതി കണ്ടിട്ട് ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ഒരു പൊളിയായിരിക്കും അത്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. ഇപ്പോഴത്തെ രീതിക്ക് ഒന്നും ചിന്തിക്കാതെ പോവുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പടം. അതേ എനിക്ക് പറയാനുള്ളൂ.